എന്നെ മനസ്സിലായോ? ഞാനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഞാനൊരു വീഴ്ച വീണു സ്വപ്നത്തിലാണ്. ദൈവമേ, എന്തൊരു വീഴ്ചയായിരുന്നു അത്! അപേക്ഷികതയ്ക്കുള്ള എന്റെ മഹാപതനം. ആ കഥ കേൾക്കണ്ടേ? വരൂ എന്റെ ഒപ്പം. മനോഹരമായ ആ സ്വപ്ന ലോകം നിങ്ങൾക്കായി തുറക്കുന്നു. ജോൺ മാനസൺ സ്റ്റോറീസ്. അറിയപ്പെടുന്ന സ്വപ്നജീവികളാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എന്ന് പറയാറുണ്ട്. കാര്യം സത്യമാണ്. അവർ സ്വപ്നജീവികൾ തന്നെയാണ്. സ്വപ്നവും സർഗാത്മകതയും തമ്മിൽ അത്ര വലിയ പാരസ്പര്യമാണുള്ളത്. സർഗാത്മകത തുളുമ്പുന്ന കലകളുടെയും സ്വപ്നങ്ങളുടെയും നീരുറവ നിലകൊള്ളുന്നത് ഒരേ തലത്തിലാണ്. ആ ഉറവിടം മനസ്സിന്റെ അബോധതലമാണ്. കഥകൾ, കവിതകൾ, ആത്മീയ ദർശനങ്ങൾ, ശാസ്ത്രരഹസ്യങ്ങൾ എല്ലാം രൂപപ്പെടുന്നത് അപൂർവം ചില വ്യക്തികളുടെ മാത്രം മസ്തിഷ്കത്തിലാണെന്ന് നമുക്കറിയാം. നിഗൂഢമായ സ്വപ്നലോകത്തു നിന്നും ഒഴുകിയെത്തുന്ന സർഗാത്മകതയുടെ നീരുറവകൾ സൃഷ്ടികളായി പരിണമിക്കുന്നത് അവരിലൂടെ മാത്രമാണ്. ആംഗലേയ സാഹിത്യലോകത്ത് പ്രശസ്തി നേടിയ ഡാന്റെയുടെ ഡിവൈൻ കോമഡി, വോൾട്ടയറിന്റെ കാൻഡിഡ്, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസണിന്റെ നോവലുകൾ എന്നിവയെല്ലാം സ്വപ്നലോകത്തു നിന്നും രൂപമെടുത്ത കൃതികളാണെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പോലും അഭിപ്രായപ്പെടുന്നത്. ചിത്രരചനയിൽ സാൽവേദാർ ദാലി പ്രകടിപ്പിച്ച അപാരമായ നൈപുണ്യം ഉപബോധ മനസ്സും സർഗാത്മകതയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളായ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, ഉരുകുന്ന ഘടികാരം തുടങ്ങിയ പെയിന്റിങ്ങുകൾ സ്വപ്നങ്ങൾ ദൃശ്യകലയെ എങ്ങനെ സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിന്റെ വ്യക്തമായി അടയാളപ്പെടുത്തലായി കാണാൻ കഴിയും. ശാസ്ത്രത്തിൽ പോലും സ്വപ്നങ്ങളുടെ സംഭാവനകൾ അത്ര ചെറുതല്ല. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സ്വപ്നമുണ്ടായത്രേ. ഉയരമുള്ള ഒരു പർവ്വതത്തിന്റെ നെറുകയിൽ നിന്നും താഴേക്ക് പതിക്കുന്നതായിട്ടായിരുന്നു സ്വപ്നം. മുകളിൽ നിന്നും താഴേക്ക് വീഴുന്ന സ്വപ്നമൊക്കെ സാധാരണ ആളുകൾ കാണാറുള്ളതാണ്. എന്നാൽ ഐൻസ്റ്റീന്റെ സ്വപ്നത്തിൽ താഴേക്കുള്ള പതനത്തിന്റെ വേഗത അപാരമായിരുന്നു. സങ്കല്പാതീതമായ വേഗതയിൽ, പ്രകാശവേഗതയിൽ താഴേക്ക് പതിക്കുന്നത് പോലെയാണത്രേ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ അനുഭവപ്പെട്ടത്. ഈ സ്വപ്നം അദ്ദേഹത്തിന്റെ ശാസ്ത്രഭാവനയെ ഉത്തേജിപ്പിക്കുകയും വിശ്വപ്രസിദ്ധമായ ആപേക്ഷികതാ സിദ്ധാന്തം വികസിപ്പിച്ചെടുക്കുവാൻ വലിയ പ്രേരണയാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഒരു ദിവസം ജർമ്മൻ രസതന്ത്രജ്ഞനായ ഫ്രെഡറിക് ഓഗസ്റ്റ് കെക്കുലേക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. ഒരു പാമ്പ് അതിൻ്റെ തന്നെ സ്വന്തം വാൽ വിഴുങ്ങുന്നതായി അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. ഈ സ്വപ്നമാണ് പിന്നീട് ബെൻസീനും അതിൻ്റെ വളയഘടനയും സംബന്ധിച്ച കണ്ടെത്തലിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഈ കണ്ടെത്തൽ ജൈവരസതന്ത്രത്തെ ആകെ തന്നെ വിപ്ലവകരമായി മാറ്റിമറിക്കുകയുണ്ടായി. ഉണർന്നിരിക്കുന്ന ബോധത്തിന്റെ കർക്കശമായ ചട്ടക്കൂടിനെ വിലയിപ്പിച്ചുകൊണ്ടാണ് സ്വപ്നങ്ങൾ സവിശേഷമായ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നത്. സ്വപ്നാവസ്ഥയിൽ മാത്രമാണ് യുക്തിയുടെ ഇടപെടലുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ അബോധ മനസ്സിന് പരിവർത്തനം ചെയ്യാനും സൃഷ്ടിക്കാനും സ്വാതന്ത്ര്യമുണ്ടാകുന്നത്. നൂതന ആശയങ്ങളുടെയും കലാപരമായ ആവിഷ്കാരത്തിന്റെയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും ജനനത്തിന് ഈ സ്വാതന്ത്ര്യം അനിവാര്യമാണ്. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന അബോധമായ ഈ സൃഷ്ടി പ്രക്രിയ സ്വപ്നങ്ങളും സർഗാത്മകതയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അബോധ മനസ്സിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അതിരുകളില്ലാത്ത ആന്തരിക ശക്തിയെ തുറന്നുകാട്ടുന്ന യഥാർത്ഥ വസ്തുതകളാണ് ഇതുവരെ നാം പരിശോധിച്ചത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മകതയെ തുറന്നുവിടുന്ന ആന്തരികമായ ഒരു നിഗൂഢ ലോകമുണ്ടെന്ന സത്യം ഇതിലൂടെ വെളിവാകുന്നു. ആ നിഗൂഢ ലോകത്തേക്ക് കടന്നുകയറുന്ന ഒരു പാലമായി വർത്തിക്കാൻ സ്വപ്നങ്ങൾക്ക് സാധിക്കുന്നു എന്ന സത്യവും ഒപ്പം വെളിവാവുകയാണ്. അങ്ങനെയെങ്കിൽ സ്വപ്നങ്ങളും സർഗാത്മകതയും തമ്മിലുള്ള പാരസ്പര്യം മനുഷ്യ മനസ്സിന്റെ പരിധിയില്ലാത്ത സാധ്യതയുടെ ഒരു ലോകത്തെയല്ലേ നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്? ഞാനാണ് സാൽവദോർ ദാലി. പറക്കുന്നോ സ്വപ്നലോകക്ക്. തുടർന്നും ഈ ചാനൽ കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഹാവ് എ വണ്ടർ ടൈം. നൈസ് ഡേ. ഗുഡ് ബൈ.